നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ബീഫിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ നല്ല എളുപ്പം, ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടു നോക്കി അതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കുക. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ അടുപ്പിൽ വെച്ചതിന് ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, തുണ്ട് ബേ ലീഫുള്ളൂ കേട്ടോ, അത് ഇട്ടിട്ടുണ്ട്. അത് ഇട്ടതിന് ശേഷം അതൊന്ന് പൊട്ടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/4 കിലോ ചെറിയ ഉള്ളി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതാണ്, അതും ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കണം. ചെറിയ ഉള്ളി മുറിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ അങ്ങനെ തന്നെ തൊലിച്ചിട്ടേക്ക്, ചെറിയ ഉള്ളിയാണ്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വഴറ്റിയപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വലിയ ഉള്ളി ഇടണം. ഒരു 4-5 വലിയ ഉള്ളി ഇടുന്നുണ്ട് കേട്ടോ. അത് നല്ലപോലെ കനലാണ്ട് മുറിച്ചതിന് ശേഷം നമ്മളിത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാടൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം ഒന്ന് കളഞ്ഞാൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതിൻ്റെ പേസ്റ്റാണ്, അതും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം ഒന്ന് കളഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ഒരു 5-6 തക്കാളി ഇടുന്നുണ്ട്. 1 കിലോ ബീഫിന് ഒരു 3 മീഡിയം സൈസ് തക്കാളി ഇടാം കേട്ടോ. വലിയ തക്കാളി ആണെങ്കിൽ 3 എണ്ണം, മീഡിയം സൈസ് ആണെങ്കിൽ 4 എണ്ണം ഇടാം. ഞാനിതിലേക്ക് 6 എണ്ണം ഇട്ടിട്ടുണ്ട്. 2 കിലോ ബീഫിനുള്ള അളവാണ് ഞാൻ പറയണത്. പിന്നെ അതിന് ശേഷം ഞാനിതൊരു 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെ എല്ലാം ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ അളവ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. പൊടികൾ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഗരം മസാലേൻ്റെ പൊടി ഇടുന്നത്. ഗരം മസാല ഇട്ടതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിപ്പിക്കാൻ ആരും മറക്കരുത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ബീഫ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും. പിന്നെ ഞാൻ 2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫിന് ഇങ്ങനെ വരട്ടാൻ എടുക്കുമ്പോഴും ബിരിയാണിക്ക് എടുക്കുമ്പോഴൊക്കെ നല്ലൊരു എല്ലോട് കൂടിയിട്ട് വേണം കേട്ടോ എടുക്കാൻ. ഒരു ചെറിയൊരു എല്ല് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടത്. പിന്നെ ഞാൻ ബീഫ് ഇട്ടതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഇത് ബീഫും മസാലയും എണ്ണയും പാടെ നല്ലപോലെ മിക്സാക്കണം കേട്ടോ. നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. അപ്പോഴാണ് ബീഫിലേക്ക് ഇതിൻ്റെ മസാലയൊക്കെ പിടിച്ചിട്ട് എണ്ണയിൽ നല്ലപോലെ ഒരു 5 മിനിറ്റ് നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബീഫ് ഇട്ട ഉടനെ കുക്കർ അടച്ച് വെച്ചിട്ട് വിസിലെടുപ്പിക്കരുത്. പിന്നെ ഞാനിതിലേക്ക് കുറച്ചൊരു വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് ഒഴിക്കണ വെള്ളം തിളച്ച വെള്ളമാണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഞാൻ നല്ലപോലെ ഒഴിച്ച വെള്ളം നല്ലപോലെ ഒന്ന് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് ഞാനിത് കുക്കർ മൂടി വയ്ക്കണുള്ളൂ. അത് കുറച്ച് നേരം ബീഫ് മസാലയിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് വെള്ളം ഒഴിച്ചിട്ട് വരുന്ന സമയത്താണ് ഞാനത് കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മളിത് വേകാൻ ആവശ്യമായിട്ടുള്ള ഞാനൊരു 5-6 വിസിലടുപ്പിച്ചിട്ടോ. ഓരോ കുക്കറിന് ഓരോ ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾ വേകാനുള്ള ആവശ്യമായിട്ടുള്ള വിസിലടുപ്പിക്കുക. അതിന് ശേഷം ഞാനിതൊരു പാത്രം വെച്ചിട്ടുണ്ട്. ചൂട് കട്ടിയുള്ള പാത്രം വയ്ക്കുക കേട്ടോ. നോൺ സ്റ്റിക്ക് ആണെങ്കിലും ഇരുമ്പ് ചട്ടി ആണെങ്കിലും ചൂട് കട്ടിയുള്ള വയ്ക്കുക. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നെയ്യും കൂടി ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് ഞാനിത് കുറച്ച് തേങ്ങേൻ്റെ കൊത്തിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ തേങ്ങ കൊത്തിട്ടിട്ട് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടില്ലേ, അതേപോലെ നല്ല ടേസ്റ്റാണ് കേട്ടത്. ഇതുപോലെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കി. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വലിയ ജീരകം ഇട്ടിട്ടുണ്ട്. പറഞ്ഞാൽ എണ്ണയിൽ കിടന്ന് മൂക്കുമ്പോൾ നല്ലൊരു മണമാണ്, നല്ലൊരു പ്രത്യേക ഒരു തരം ടേസ്റ്റാണ് കേട്ടതാ. മാഷാ അല്ലാ, നല്ലപോലെ വന്നിട്ട് അതിൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച എണ്ണ നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട്. ഉള്ളിയും തക്കാളി എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. പിന്നെ എയറൊക്കെ കുക്കർ വിസിൽ വന്ന് അത് ഓഫാക്കിയതിന് ശേഷം എയറൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ കുക്കർ തുറന്നിട്ടോ. പിന്നെ അതാ ഞാൻ കുക്കർ തുറന്നതിന് ശേഷം നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറ്റിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. അടിപൊളി ബീഫാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ വേണമെങ്കിൽ പൊടിച്ചിടാം കേട്ടോ. ഞാൻ ഇടാൻ വിചാരിച്ചിട്ട് എടുത്തത്, പക്ഷേ നോക്കുമ്പോൾ നല്ല എരിവുണ്ട്.
നമ്മൾ എരിവുള്ള മുളക് പൊടിയാണല്ലോ ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് നല്ല എരിവുണ്ട്. അപ്പോൾ ഞാൻ ഇനി കുരുമുളക് ഇടുന്നില്ല കേട്ടോ. ഇവിടെ കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതാണ്. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇടാം കേട്ടോ. പച്ചമുളക് ഇട്ടിട്ടുണ്ട് പറഞ്ഞാൽ പച്ചമുളകിൻ്റെയും കുരുമുളക് ഇത് ഈ സമയത്താണ് എല്ലാം ഇടുക. പച്ചമുളകാണെങ്കിലും കുരുമുളകാണെങ്കിലും ഇട്ടിട്ടുണ്ട് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ്, അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. കറിവേപ്പില എല്ലാം ഇടാം നിങ്ങൾക്ക്. എന്നിട്ട് 5 മിനിറ്റ് മൂടി വയ്ക്കുക. മൂടി വെച്ചതിന് ശേഷം സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്യുക കേട്ടോ. അടിപൊളി ബീഫ് റോസ്റ്റാണിത്. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കി, ചെയ്തിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ